പ്രോജക്റ്റ് വർക്ക്, സ്റ്റേറ്റ്മെന്റ് വർക്ക്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു IT ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് കുറേ കാര്യങ്ങൾ അവർ സ്വായത്തമാക്കിയിട്ടുണ്ട്. മാറുന്ന ലോകത്തിന്റെ നൂതനമായ ആശയങ്ങളിലേക്ക് ഒരു സമൂഹത്തെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സംസ്ഥാന സർക്കാർ കാലാകാലങ്ങളായി പല പദ്ധതികളും ആവിഷ്കരിക്കാറുണ്ട്. ഒരു സമൂഹത്തിലേക്ക് ഒരു കാര്യത്തെ പരിപിടിപ്പിക്കുന്നതിന് തിരഞ്ഞെടുക്കുന്നത് വിദ്യാർത്ഥികളെയാണ്. കാരണം വിദ്യാർത്ഥികളിലൂടെ കുടുംബത്തിലും കുടുംബത്തിലൂടെ സമൂഹത്തിലും സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം. അത്തരത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ വിദ്യാലയത്തിൽ അല്ല, കേരളത്തിലെ എല്ലാ വിദ്യാലയത്തിലും രൂപീകൃതമായ ഒരു സംഘടനയാണ് കുട്ടിക്കൂട്ടം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ കുട്ടിക്കൂട്ടം എന്ന ആ ഒരു സംഘടന അധികകാലം നിലനിന്നില്ല. പകരം അതിൻ്റെ രൂപവും ഭാവവും കെട്ടും മട്ടും എല്ലാം മാറി ലിറ്റിൽ കൈറ്റ് എന്ന പേരിൽ പുതിയൊരു സംഘടന നിലവിൽ വരികയാണ് ചെയ്തത്. ആശംസിച്ചുകൊണ്ട് ആദ്യത്തെ കാര്യപരിപാടി നിർവഹിക്കുന്നതിനായി കൈ നിവേദനം ക്ഷണിക്കുന്നു. അപ്പൊ അതെന്താണെന്ന് അറിയാൻ നിങ്ങൾ കുറച്ച് എക്സൈറ്റഡ് അല്ലേ? അപ്പൊ ഗെയിംസ് കളിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോ ഞങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്ത കുറച്ച് ഗെയിംസ് കളിച്ചാലോ? അപ്പൊ ഇതെല്ലാ ഗെയിംസും സ്ക്രാച്ച് 3 എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൽ ഡെവലപ്പ് ചെയ്തെടുത്താണ്. നമുക്ക് ആ സ്ക്രീനിലെല്ലാം മൊത്തം ഗെയിംസും ഇവിടുത്തെ ഓരോ ലിറ്റിൽ കൈറ്റ് അംഗങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഗെയിംസ് ആണ്. നമുക്ക് അതിൽ ഒരു 2-3 എണ്ണം ഒക്കെ കളിച്ച് നോക്കാം. ഇതുപോലെ നമുക്ക് കുറേ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഇപ്പൊ നമുക്ക് ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ വയ്ക്കാം. ഇതെല്ലാം നമ്മൾ അങ്ങനെ വെച്ചതാണ്. അപ്പൊ നമുക്ക് കുറേ ടൈം എടുത്തിട്ട് കുറേ നെയിം സ്ലിപ്പും അതുപോലെ കുറേ പ്രൊഡക്ട്സ് ഉണ്ടാക്കാം. നമ്മൾ കുറച്ച് സമയമുള്ളത് കൊണ്ട് കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഓപ്ഷൻസ് ഉണ്ടാവും, ചോദ്യം വായിച്ചു തരാം. അപ്പൊ ഉത്തരം പറയും. റെഡി അല്ലേ? റെഡി അല്ലേ? ഓക്കെ, നിങ്ങൾ
നന്ദിയുടെ